ജനവാസ മേഖലയാണ്, ഉച്ച സമയമാണ്. ഒട്ടേറെ കാട്ടുപോത്തുകൾ ഈ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടുത്തെ ജനജീവിതം വളരെയേറെ ദുസ്സഹമാണ് എന്നതിൻ്റെ ഉത്തമമായിട്ടുള്ള കാഴ്ചയാണ് ആ കാണുന്നത്. കാട്ടുപോത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര അക്രമമാണ്. പൊടി കുഞ്ഞുങ്ങളായാലും ഞങ്ങളായാലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അക്രമമായിട്ട് തന്നെ അത് വരുന്നത്. പല ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ പേടിച്ച് തന്നെ അടുത്ത വീട്ടിലൊക്കെ കയറി ഇരുന്നിട്ടുമുണ്ട്. ഈ റോഡിൽ തന്നെ വണ്ടി വിളിച്ച് വന്നാലും നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്, അത് കൊണ്ടുവന്നിട്ടും പല ദിവസവും ഞങ്ങൾ പേടിച്ച് വണ്ടി ഒതുക്കിയിട്ട് റോഡിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അത്രമേൽ പോത്ത് ഞങ്ങളുടെ കാട്ടുപോത്ത് ഇവിടെ എല്ലാം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം എല്ലാം വന്ന് നേരം വെളുക്കുമ്പോഴേ പോകത്തുള്ളൂ. 6 മണി കഴിയും കയറി പോകുമ്പോഴത്തേക്ക്. രാത്രി പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ലൈറ്റ് ഓട്ടോ ഇല്ലെങ്കിൽ നമുക്ക് പേടിയാണ്. എങ്ങനെ എപ്പോഴും വന്ന് ഞങ്ങളങ്ങ് ഭയന്ന് നിൽക്കുക. ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവിടുത്തെ താമസക്കാരായിട്ടുള്ള ദിനേശിനെ രാത്രിയിൽ വീടിന് സമീപത്ത് നിൽക്കുന്ന സമയത്താണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. എന്താണ് സംഭവിച്ചത്? വീട്ടിൻ്റെ അടുത്ത് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടില്ലായിരുന്നു. ലൈറ്റ് അങ്ങോട്ട് അടിച്ചപ്പോഴേക്ക് ഇത് പറഞ്ഞ് കോരി എടുക്കുകയാണ്. എടുത്ത് കളഞ്ഞിട്ട് ഇത് ഓടി പോയത്. കുത്തേറ്റോ? ആ, എവിടെ? കൊമ്പ് ഇവിടുന്ന് പറഞ്ഞ് ഇങ്ങ് കയറി. എത്ര ദിവസം ആശുപത്രി കിടന്നു? ആശുപത്രി കുറച്ച് ദിവസം, ഒരാഴ്ചത്തോളമായിരുന്നു. ഇവിടെ സ്ഥിരം ഉള്ളതാണോ? ആനയും കാട്ടുപോത്തൊക്കെ ഉള്ളതാണോ? ആ, ആനയും കാട്ടുപോത്തൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്ന ഏരിയ ഇവിടെ. നമ്മൾ വീട്ടിനോട്ടൊക്കെ മെയിൻ വഴിയത് ഇതൊക്കെ ആന പിടിച്ചിട്ടേക്കും കിടന്നത്. കാട്ടുപോത്തോ? കാട്ടുപോത്തും ഇഷ്ടംപോലെ ഉണ്ട്. ജീവിക്കാൻ പാടല്ലേ? ജോലിക്കൊക്കെ ഇറങ്ങിപ്പോകാനും വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. വന്യജീവി ആക്രമണം എപ്പോഴുണ്ടാകും എന്നറിയാതെ ഭയപ്പെട്ട് കഴിയുന്ന ഒരു ജനത, അതിൻ്റെ കൃത്യമായ തെളിവാണ് നമ്മൾ കണ്ടത്. കാട്ടുപോത്ത് ചവിട്ടിമെതിച്ച പ്രദേശം. രാത്രി കാലങ്ങളിലായാൽ ഈ പ്രദേശത്തൊക്കെ തന്നെ കാട്ടുപോത്ത് എത്തുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. സമീപത്ത് വീടുകളുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ വീട്ടുകളിൽ കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ തന്നെ എപ്പോഴെത്തും എന്നുള്ള ഒരു ആശങ്കയിൽ ഉറക്കം ഉപേക്ഷിച്ച് കഴിയുന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾക്കും അതുപോലെ തന്നെ. ഇപ്പോൾ വയസ്സായി, ഇപ്പോൾ ഒരു നിവൃത്തിയും വാങ്ങില്ലാതെ ഞാൻ ആഹപ്പെട്ടു ഇരിക്കും. ഞങ്ങൾ കുറച്ച് പേര് ഒറ്റപ്പെട്ടാണ്, കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ. പുറത്ത് വഴിയിലേക്ക് കൂടെ ഓടുന്ന സന്ധ്യ ആകുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ മറ്റത്തിറങ്ങിയപ്പോൾ അവിടെ വന്നിരിക്കുന്നു. പേടിച്ചു തന്നെ അതിനകത്ത് കയറിയിരുന്നു. എൻ്റെ ഒരു 13 വയസ്സിലൂടെ വന്നു. ഈ വയസ്സ് 70 ആവാറായി. ഇതുവരെ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് 2 സെൻറ്റ് മണ്ണ് മേടിച്ച് പോകാനുള്ള നിവൃത്തിയില്ല. ഒരുപാട് നിവൃത്തിയുള്ളവരെല്ലാം ഇവിടുന്ന് പോയി. വയനാടും കോഴിക്കോടും ഇടുക്കിയിലും ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള വന്യജീവി ആക്രമണങ്ങളും മരണങ്ങളും ഇവിടെ ഉണ്ടാകാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആ ഭാഗ്യം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഇവരും മനുഷ്യരാണ്. ആ പരിഗണനയെങ്കിലും ഈ ജനങ്ങൾക്ക് നൽകണം. ക്യാമറമാൻ ഷാനാസ് പൈദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.